വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. കുഞ്ഞു പാട്ടിന്റെ വർണ്ണവിരുന്നിലെ പൂത്തുമ്പി പാട്ടിന് കൂട്ടാവാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. സ്നേഹനാദത്തിന്റെ മധുവസന്ത നിറവിലേക്ക് പ്രിയപ്പെട്ട പാട്ടുകാരി കൊല്ലത്തു നിന്നും അസ്ന. വെൽക്കം അസ്ന. വരൂ അസ്ന, നമുക്കധികം സമയമൊന്നുമില്ല. നമസ്കാരം. നമസ്കാരം. എന്നെ കുറിച്ച് അറിയില്ലേ? മ്യൂസിക് ആൽബങ്ങളുടെ സുൽത്താനാണ് CD രവി. ഞാൻ സാറിൻ്റെ കൂടെ ഫസ്റ്റ് ആൽബത്തിലാണ് കേട്ടോ ഇപ്പോൾ പാടാനും അഭിനയിക്കാനും ഒക്കെ പോകുന്നത്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല മ്യൂസിക്കും നല്ല ലിറിക്സും പിന്നെ എന്താ സൂപ്പർ ക്യാമറ എഡിറ്റിംഗ് ഒക്കെ സൂപ്പറാണ്. ആ പിന്നെ മ്യൂസിക് ആൽബത്തിന്റെ സാത്താനാണ് സാർ. ഈ കൊച്ചും ഇനി നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഒറിജിനൽ സാത്താനാകും. അപ്പൊ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 1501 CD ആണ്. അതിന്റെ റെക്കോർഡിങ് കഴിഞ്ഞ് വരുന്ന വഴിയാ. ചൂട് ഇതുവരെ മാറിയിട്ടില്ല. പാട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് ഒരു ഡ്യുവറ്റ് സോങ് ആണ്. അപ്പൊ ഡ്യുവറ്റ് സോങ്ങിൽ അസ്ന ഉണ്ടല്ലോ ഇവിടെ. അല്ല, MG സാർ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരും ഇല്ല ഇവിടെ. എന്താ കണ്ണ് കാണുന്നില്ലേ? ഒരു സൈഡ് മാത്രം, വൺ സൈഡ് മാത്രം കിട്ടും. ഫസ്റ്റ് പാട്ട് കഴിഞ്ഞേ ഉള്ളൂ, രണ്ടാമത്തെ ഡ്യുവറ്റ് എടുക്കണ്ടത്. എനിക്കൊരു ചാൻസ് തരാമോ? ഇല്ല, നമ്മൾ അതർ ലാംഗ്വേജ് എടുക്കുന്നില്ല, ഉള്ളി മലയാളം. അതേ പറ്റുള്ളൂ. പക്ഷേ മലയാളികളുടെ വേഷം അല്ലല്ലോ CD രവിക്കും സിംഗറിനും. അല്ല, നമ്മളെപ്പോഴും പാശ്ചാത്യമായിട്ട് പോകണമെന്നില്ലല്ലോ. വരുന്ന അനുസരിച്ച് അങ്ങ് മാറുമല്ലേ. കാലം മാറുന്ന അനുസരിച്ച് കോലം മാറണമല്ലോ. CD രവിയുടെ ഒരു റേഞ്ച്. ഇത് 1501 പാട്ടാണിത്, ആൽബം. അപ്പൊ ഡ്യുവറ്റ് പാടാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ക്ഷണിക്കാൻ വേണ്ടി വന്നേ? ആരാ പ്രൊഡ്യൂസർ? ഫസ്റ്റ് അത് പ്രൊഡ്യൂസർ ആരാന്ന് അറിയണത്? അത് അസ്നയുടെ അച്ഛനാണ്. സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാ, സ്വന്തമായിട്ട് പാടുക. ഇതേപോലെ എത്ര പേരെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നു അറിയാലോ. 1501 ആൽബം. അല്ല, പക്ഷെ ഈ MG സാറിനെ പോലെയൊക്കെ ഉള്ള സിംഗേഴ്സിനെ വിളിക്കുമ്പോ നിങ്ങൾക്ക് താങ്ങുമോ ബഡ്ജറ്റ്? പ്രശ്നം പിന്നെ നമുക്ക് കുഴപ്പമില്ല. അസ്നെ അച്ഛനൊക്കെ അല്ലേ, ഒരു വിഷയമില്ല, നമ്മളത് ചെയ്യും. ഉറപ്പാണോ? ഉറപ്പാണോ? പിന്നെ തീർച്ചയായും അങ്ങ് പറഞ്ഞു കൊടുക്കൊച്ചേ. സാർ പാടാൻ വന്നാ മാത്രം മതി. അല്ല, പക്ഷെ പാട്ട് ഒന്ന് ട്യൂണൊക്കെ ഒന്ന് കേട്ടിട്ട് അതുകൊണ്ട് സാറേ അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ട്യൂണൊന്ന് കേട്ടിട്ട് വരാം. സാറൊന്നും പേടിക്കണ്ട. സാറ് ഉറപ്പാണെന്നുണ്ടെങ്കിൽ, വരാൻ സമ്മതമാണെങ്കിൽ നേരെ സ്റ്റുഡിയോയിലോട്ട് വരിക. സ്റ്റുഡിയോയിൽ വരിക, മ്യൂസിക് ഒന്ന് കേൾക്കുക, സാറിന് ഇഷ്ടപ്പെട്ട വരി എഴുതുക, പാടുക, പോവുക. സാർ ഒരു പാട്ട് പാടി നോക്കിക്കേ. മാപ്പിളപ്പാട്ടൊക്കെ അറിയൂ? മാപ്പിളപ്പാട്ട് അറിയാം. ഒരു പാട്ട് പാടിക്കേ. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ഷവ്വാലിൻ പിറ കാണും വരെയും തെറാബി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോട് 5 നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ഷവ്വാലിൻ പിറ കാണും വരെയും തെറാബി നമസ്കാരം. വളരെ മനോഹരമായിട്ടുള്ള സോങ്ങാണ്. പക്ഷെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ സോങ്ങുമായിട്ട് ഈ സൗണ്ട് ശരിയാവില്ല. ശരി, ആൽബത്തിന്റെ പേര്? ആൽബത്തിന്റെ പേര് ചങ്കിനുള്ളിൽ നീയാണ്. ചങ്കിനുള്ളിൽ നീയാണ് എങ്ങും കേൾക്കത്തില്ല. നെഞ്ചിനുള്ളിൽ നീയാണെന്ന് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അത് ചങ്കാണ്, നെഞ്ചല്ല, ചങ്കാണ്. ചങ്കിനുള്ളിൽ. അപ്പൊ MG സാറിന്റെ ഈ പാട്ടുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റൂല. സാറൊന്ന് പഠിക്കും. സംകൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ ധിങ്കിട തിമികിട മേളം സദസന്തരി തരികിട തക്കിട തക്കത്തിൻ തിങ്കിണ ധിങ്കിട തലങ്കൃത താളം. പോരെ? ഇല്ല, ഈ തങ്കടത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക്കായിട്ട് ശരിയാവില്ല. പിന്നെ എന്ത് മ്യൂസിക്കാണ്? പാടി കേൾപ്പിക്കാമോ? വേണ്ടത് നമുക്ക് പറ്റുമെന്ന് നോക്കട്ടെ, പാടി കേൾപ്പിക്കൂ. അപ്പൊ പാട്ട് വന്നു കഴിഞ്ഞിട്ട്
ചുഞ്ചുക്കു ചുഞ്ചുക്കു ചും. ചുഞ്ചുക്കു ചുഞ്ചുക്കു ചും. മഞ്ചത്തി പൂവേ ഉണ്ണിമായേ. മഞ്ചത്തി അപ്പൊ നമ്മളെ കൊണ്ട് മാപ്പിളപ്പാട്ട് പഠിപ്പിച്ചെന്തിനാ? അല്ല ഇത് ഇപ്പൊ പുതിയ പാട്ടാ. മഞ്ചത്തി പൂവേ കുഞ്ഞു അല്ല, നമ്മളെ കൊണ്ട് പെണ്ണെ ഉണ്ണിമായേ. മീനൂട്ടി, അതല്ല. ഇദ്ദേഹം നമ്മളെ കൊണ്ട് മാപ്പിളപ്പാട്ടൊക്കെ പാടിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ മൊഞ്ചത്തി പെണ്ണെ ഉണ്ണിമായ എന്നാ വിളിക്കുന്നത്. കേട്ടത് ഇത് കുഞ്ഞു വാവ താലോലും ആണോ? മഞ്ചത്തി പെണ്ണെ കുഞ്ഞുവാവേന്നോ? മഞ്ചത്തി പെണ്ണെ കുഞ്ഞു വാവേ. ആ ഇപ്പൊ ഓക്കെ, കുഴപ്പമില്ല. അതാണോ പാട്ട്? അല്ല, പുതിയ പാട്ടെടുത്ത് ഇങ്ങോട്ട് വന്ന് പാടുക, പൈസ മേടിക്കുക, പോവുക. ഇത് സി ഡി രാജ ആണോ കോപ്പി രാജ ആണോ? ആരാണിത്? സി ഡി ക്യാഷ് ഓൺ ഡിമാൻഡ് ആണ്. സി ഡി രാജ അല്ല, രവി. സി ഡി രവി. പ്രശസ്തമായിട്ടുള്ള എന്നെ കുറിച്ചുള്ള അറിയത്തില്ല. ഇങ്ങനെ അതർ ലാംഗ്വേജ് ആണല്ലോ. സാർ പാടുവോ സാർ? ഓക്കെ. അപ്പൊ ഇവിടെ ചെറിയൊരു ഫോട്ടോ സാറിന്റെ വരും. ചങ്കിനുള്ളിൽ നീയാണ് മാറ്റിയിട്ട് ചങ്കിനുള്ളിൽ MG ആണ്. ഓക്കെ. ശാബാഷ്. ആക്കാം. അപ്പൊ പിന്നെ പൈസയുടെ കാര്യമൊക്കെ ഓക്കെ അല്ലേ? പിന്നെ പൊളിക്കും. അപ്പൊ പൈസ പൊളിച്ചു തരും. അപ്പൊ ഇവിടെ നിന്നിട്ട് അന്നാ പൊയ്ക്കോട്ടെ. അതായിരിക്കും നല്ലത്. അല്ല, പൈസയുടെ കാര്യമൊക്കെ ഓക്കെ ആക്കി സാർ സെറ്റ് ആക്കി വിട്ടോട്ടെ. ശരി, ഞങ്ങള് പാടും. ശരി. വിട്ടോ. ശരി, ടാറ്റാ. ഓക്കെ ബൈ. അസ്ന, എന്താ സർ? നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ. അതെ. കാരണം ഇന്ന് നല്ല ഡ്രസ്സും എന്ന് വേണ്ട, കാണാൻ ഒരു എന്തോ ഒരു ബ്രൈഡൽ അഡ്വർടൈസ്മെന്റ് പോലെയല്ലേ? അതെ അതെ. ഏത് പാട്ടാ മോളെ? ഞാൻ ഇന്ന് മാനത്തൊരു പൊൻതാരകം എന്ന ശരി, മാനത്തൊരു പൊൻതാരകം. ഏത് സിനിമ? ഇത് പ്രണയനിലാവ്. ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് S രമേശൻ നായർ സാറാണ്. മ്യൂസിക് ബേണി ഇഗ്നീഷ്യസ് സാർ. പാടിയിരിക്കുന്നത് ചിത്ര ചേച്ചി. ഇറങ്ങിയിരിക്കുന്നത് 1999. അപ്പൊ അഭിനയിച്ചത് ദിലീപ് അങ്കിളും പിന്നെ മോഹിനി. എന്തായാലും ഈ വേഷം കലക്കിയിട്ടുണ്ട്. നമ്മളെ ഒരു ജ്വല്ലറിക്കോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിനൊക്കെ മോഡലായിട്ട് പോവാം കേട്ടാ. നന്നായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.
എക്സാം ഡേയ്സ് ഒക്കെ ഇങ്ങ് അടുക്കും തോറും കൂട്ടുകാർക്കൊക്കെ നല്ല ടെൻഷൻ ആയിരിക്കും അല്ലേ? പക്ഷെ ബോർഡ് എക്സാമിനെ ഓർത്ത് ആരും ടെൻഷൻ ആവണ്ട. ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട് 90+ മൈ ട്യൂഷൻ ആപ്പ്. എക്സാമിനോടനുബന്ധിച്ച് നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ കൂട്ടുകാർക്കായി ഒരു പുതിയ അപ്ഡേറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടാണ് 90+ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് പരീക്ഷാ പേടിയെ മറികടക്കാനും എക്സാമിന് മാനസികമായി തയ്യാറെടുക്കാനും 90+ലെ പുതിയ അപ്ഡേറ്റ് സഹായിക്കുന്നു. മാത്രമല്ല എക്സാമിനോടനുബന്ധിച്ച് 50% ഡിസ്കൗണ്ടിൽ കൂട്ടുകാർക്ക് 90+ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോർഡ് എക്സാമിന് സ്കോർ ചെയ്യൂ 90+ മാർക്സ്. മോളെ നല്ലൊരു പാട്ട് മോള് നന്നായിട്ട് പാടി. ഓക്കെ, ഇതാരാ സെലക്ട് ചെയ്തേ? ഇത് വാപ്പിയാണ്. പാപ്പയാണ്. ഈ ചില പാട്ടുകളുണ്ട് മോളെ, കാരണം അതിനകത്ത് നമുക്ക് റെക്കോർഡിങ്ങിന് വേണ്ടി മാത്രമുള്ള പാട്ട് എന്ന് പറയാറുണ്ട്. നല്ല പാട്ടാണ്, പക്ഷെ അത് റെക്കോർഡിങ്ങിലാണ് നമുക്ക് മാക്സിമം പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നത്. എന്തെന്ന് വെച്ചാൽ അത് നമുക്ക് ഓരോ 2 ലൈനായിട്ട് പാടിയെടുക്കാം. ഇതിനകത്ത് ഒത്തിരി സ്ഥലങ്ങൾ തന്തര 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 തത്തത്തന്തര തത്തത്തന്തര ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഒരു വലിയ കൈയടി, ഇത്ര അക്ഷരങ്ങൾ ഓർത്ത് വെച്ചതിന് ഒരു വലിയ കൈയടി തരുന്നു. പിന്നെ കുറേ സ്ഥലങ്ങൾ നന്നായിട്ട് പാടി, പക്ഷേ മോക്ക് അനുപല്ലവി കഴിഞ്ഞു വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം കാരണം അങ്ങോട്ട് നോട്ടുകൾ ക്ലിയർ ആവുന്നില്ല. ഒന്ന് പാടാവുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാം. ഇപ്പൊ കറക്റ്റായി വാ, കറക്റ്റായി. നേരത്തെ അത് അത്ര കറക്റ്റ് അല്ലേ? അടുത്ത് മധുമാസക്കോവിൽ മോഹത്തേനും കൊണ്ടേവാ. അടുത്ത 14 രാവിൻ ചന്തം കാണാൻ നീയും കൂടെ വാ. പനിനീരും കുളിരും കുഞ്ഞി കയ്യിൽ കൊണ്ടേവാ. അഴകേ മുത്തേ പൊന്നേ മാരന്റെ കൈ തഴുകും തത്തേ നിന്നെ. അഴകേ മുത്തേ പൊന്നേ മാരന്റെ കൈ തഴുകും തത്തേ നിന്നെ. നാണത്തിൻ തട്ടമിട്ട രാവിന്റെ മുഞ്ചത്തി ആനന്ദ ബഹറിലെ ഹൂറിയായി വന്നെത്തി. നെഞ്ചിലുറങ്ങും മുത്തുക്കളെ പാടാനില്ല, മഞ്ചം നിറയെ പുളകം വാങ്ങാൻ നീയും ചെല്ല്. പക്ഷേ മോൾ ആ താളത്തില് ഇതിൽ വരുമ്പോഴത്തേക്ക് ഇതിന്റെ സ്പീഡ് ഇതല്ലല്ലോ, ഇത് മോള് കുറച്ച് പാടിയപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് വന്നു. ഈ ടെമ്പോ ആണ് വലിയ പ്രശ്നം. മോള് സെലക്ട് ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു, കാരണം ഇവിടെ ഞാൻ സ്റ്റേജിൽ പാടുമ്പോൾ ശരിയാകുമോ എന്ന്. കാരണം ഇവനീ നമ്മളൊരു ഗാനമേളയ്ക്ക് പാടുകയാണെങ്കിൽ പോലും ഈ പാട്ട് മോള് മാക്സിമം ട്രൈ ചെയ്തിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു ഗാനമേളയ്ക്ക് പാടുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്റ്റേജിൽ എവിടെ പാടുകയാണെങ്കിലും ഈ സ്ഥലം വരുമ്പം കിട്ടിയാ കിട്ടി പോയാൽ പോയി, KKPP എന്ന് പറയും. പക്ഷെ നന്നായിട്ട് പഠിച്ചാൽ പോലും അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതാണ് നന്നായിട്ട് പഠിച്ചോണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ KKPPയിൽ ഇപ്പൊ PP വന്നത്. ചില സ്ഥലങ്ങൾ കിട്ടി, ഒരു KP വന്നു കിട്ടി, ചില സ്ഥലങ്ങളിൽ പോയി. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം ഈ പാട്ടിനുണ്ട്. അപ്പൊ ആ സെലക്ഷനിൽ പാട്ട് നല്ല പാട്ടാണ്. അഗെയിൻ ഐ ആം ടെല്ലിങ്, സോങ് ഈസ് വെരി ഗുഡ്. എന്തായാലും ടോട്ടലി ഇറ്റ് വാസ് നൈസ്, കാരണം ഡാൻസേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് ഇന്ന് യു ലുക്ക് പ്രെറ്റി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എന്തൊരു എഫേർട്ടായിരുന്നു. ഫസ്റ്റ് ആദ്യം ആ എഫേർട്ടിന് വേണ്ടി ഒരു വലിയ കൈയടി കേട്ടോ. താങ്ക് യു മാം. ഇത് വളരെ ഡിഫിക്കൾട്ട് സോങ് ആണ്, എസ്പെഷ്യലി വാക്കുകളും ശരി സംഗതികളും ശരി ഒരുപാട്. പിന്നെ ഈ ടെമ്പോയിൽ പാടുന്നത് അത് വലിയ പ്രയാസമാണ്. എനിക്ക് തോന്നി ഒരു പക്ഷേ ഈ ടെമ്പോ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാന്ന്. ഇപ്പൊ പാടി കേൾപ്പിച്ചപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പാടി അസ്ന. പക്ഷെ സ്റ്റേജിൽ ശ്രീയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചില പാട്ടുകൾ നമുക്ക് ഫലിപ്പിക്കാൻ ആ ടെമ്പോയിൽ വളരെ ബുദ്ധിമുട്ടാണ്. റെക്കോർഡിങ്ങിൽ നമ്മൾ പഞ്ച് ചെയ്യാമല്ലോ, ഒരു ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വാക്ക് പോലും പഞ്ച് ചെയ്യാമല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല, എല്ലാം നമ്മൾ അടുപ്പിച്ച് പെട്ടെന്ന് പാടി തീർക്കണം. അത് അവിടെയാണ് എനിക്ക് തോന്നി കുറച്ച് ബുദ്ധിമുട്ടിച്ചു. ഈ KKPPയിൽ ചിലത് K ആയി, ചിലത് P ആയി, ചിലത് PP ആയി, അങ്ങനെ ആയി. അപ്പോൾ ഇനി ഇങ്ങനത്തെ പാട്ട് വരുമ്പം വളരെ സൂക്ഷിച്ചാണ്, ശ്രദ്ധിച്ച് ടെമ്പോ ഫിക്സ് ചെയ്യണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നന്നായിരുന്നു. ഇപ്പോൾ സ്റ്റേജിൽ പാടാൻ വെല്ലുവിളി ഉണർത്തുന്ന ഒരു പാട്ടാണ്. അതിവിടെ ഇപ്പോൾ അവരൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു ശ്രമം നല്ലതായിരുന്നു കേട്ടോ. അതിന് ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്, ഒരു ധൈര്യം കാണിച്ചതിന്. പക്ഷേ അങ്ങനെയൊക്കെ ധൈര്യം കാണിച്ചിവിടെ പാടുമ്പോൾ അത് പെർഫെക്റ്റ് ആക്കാൻ ശ്രദ്ധിക്കണം. ടെമ്പോ മോൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പോൾ പാടിപ്പിച്ചപ്പോൾ അതിൻ്റെ ശ്രുതിയും ഏകദേശം കറക്റ്റായി, സംഗതികളൊക്കെ ഏകദേശം കറക്റ്റായിട്ട് വന്നു. എന്തോരം പ്രാക്ടീസ് ചെയ്തു ഇത്? കുറേ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഇനിയും പ്രാക്ടീസ് ചെയ്യണം എന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ.
ഇത് കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ അഫ്സലും ജോൽസിനെയൊക്കെ ചേർന്ന് പാടിയ കുട്ടൻചേട്ടൻ സംഗീതം ചെയ്ത പെരുമഴക്കാലത്തിലൊരു പാട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ മോള് ശ്രുതിയുടെ കാര്യം ഈ പാടുന്നതിന് മുമ്പ് ടെമ്പോ എത്ര വേണമെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് പാടുക. കാരണം ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ. ഒരു 5 മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് നേരത്തെ കാര്യമാണ്. അത് പെർഫെക്റ്റ് ആക്കണം. അതിനാണ് നമ്മളെല്ലാം മാർക്ക് ഇടുന്നത്. അപ്പോൾ മാക്സിമം അത് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാനിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പലവരും പറയുന്ന പല അഭിപ്രായങ്ങളും അസ്നക്കുട്ടി അതിന് റെസ്പോണ്ട് ചെയ്യുന്നതെല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. സംഭവം എന്താണെന്നറിയോ, ഇതിലെനിക്ക് മെയിൻ മനസ്സിലായത്, ഇപ്പം നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. ഈ മെഹറുബ പാടി മധു പാടുന്നത് പോലെ എനിക്ക് പാടാൻ പറ്റില്ല. തലകുത്തി നിന്നാലും എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ സുശാന്തിൻ്റെ അടുത്ത് പറഞ്ഞു, സുശാന്തേ ഒരു 5 പോയിന്റ് കുറച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് എനിക്ക് പാടണം. എനിക്കിത് സൗകര്യം, എനിക്ക് എൻ്റെ പാട്ട് വൃത്തിയായിട്ട് കേൾക്കണം, എനിക്കിതിന് ഒറിജിനൽ പാട്ടിൻ്റെ സ്പീഡ് നോക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതില്ല. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ മോള് വന്ന പോയിന്റ് എത്രയായിരുന്നു ആദ്യം തുടങ്ങിയത്? 88. ഇപ്പം അല്ല, ഒറിജിനൽ സോങ്ങിന്റെ 88ലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ. ഇവിടുന്ന് പറഞ്ഞപ്പോൾ എത്രയിൽ കൊണ്ടുവന്നു? 86. അപ്പോൾ 4 പോയിന്റ് കുറഞ്ഞു ഇല്ലേ? ഞാനിപ്പോൾ 5 പോയിന്റാണ് പറഞ്ഞത്. ഏതാണ്ടത് തന്നെ എഫക്റ്റ്. അതെ. പാട്ട് മാറിയില്ലേ? പാട്ട് മാറി, അതിന്റെ എഫക്റ്റ് കുറയും. അതാണ് നമ്മൾ ഈ ഒറിജിനൽ സാധനത്തിൽ നിന്നും മാറി. ഇതിൻ്റെ അതർ സൈഡാണ്. എനിക്ക് പെട്ടെന്ന് തീർത്തിട്ട് വീട്ടിൽ പോകണം. ഒരു 5 പോയിന്റ് കൂട്ടുമോ എന്ന് ചോദിച്ചാൽ എന്തായി? ഇപ്പോൾ മോള് രണ്ടാമത് പാടിയതെല്ലാം ഉഗ്രനാ. എടുത്തതിന് വലിയ കൈയടി ആദ്യം തരണം. ഇപ്പോൾ നമ്മൾ ജഡ്ജസ് ആയിട്ടുള്ള ഡിസ്കഷനിൽ വരുമ്പോൾ ഉള്ള ടെമ്പോ അല്ലേ, അതിന് മോൾക്ക് കിട്ടും. ഒറിജിനൽ ടെമ്പോയിൽ മോൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പാട്ട് സെലക്ഷൻ്റെ സമയത്ത് ഒറിജിനൽ ടെമ്പോയിൽ പാടാൻ പറ്റിയില്ലെങ്കിൽ ചില പാട്ടുകൾ ആ ടെമ്പോയിൽ വന്നാലേ ആ ഫീല് കിട്ടുള്ളൂ. ഇപ്പോൾ സംഗീത എന്നുള്ള സാധനം നമ്മൾ ആ ദൃഢം ആ ഒരു എഫക്റ്റ് കിട്ടണ്ടേ, അത് ദീർഘിടും എന്നാക്കി കഴിഞ്ഞാൽ പോയില്ലേ. പക്ഷെ ക്ലാരിറ്റി കിട്ടും. അപ്പം അതുകൊണ്ട് അത് അങ്ങനത്തെ കാര്യങ്ങൾ മോളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അനുചേച്ചിയുടെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരെ മോശം. അത് വേണ്ട. ഇല്ല, ഒന്ന് ചോദിക്കേ, നമുക്ക് നോക്കാലോ. എന്തായാലും കുറെ സമയമുണ്ട്. ചോദിക്കും, ബോറടിക്കും. ചോദിക്കും. റീതിങ്ക് ചെയ്യട്ടെ. എനിക്കൊരു സമയം വേണം. ഒരു വലിയ ടബ്, അത് മുഴുവൻ വാട്ടർ, വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പൊ അതുവഴിക്ക് പോയ ഒരു വഴിപോക്കൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തോ ആ ബക്കറ്റ് ആ ഒരു ടബിൽ ഇട്ടു. എല്ലാ വെള്ളവും അങ്ങനെ പുറത്തേക്ക് വന്നു. അത് എന്താണ് ഇട്ടത്? തീയാണോ? തീയോ? തീ ഇടുമ്പോ അത് അണഞ്ഞു വെള്ളം അല്ല, പക്ഷെ എല്ലാ വെള്ളം തുളയിട്ടു. അത് തന്നെ. മീനൂട്ടി വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇതൊക്കെയാണ് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മീനുകുട്ടി. ഞാൻ അനുവിന്റെ അടുത്തൊരു കാര്യം ചെയ്യും. അയ്യോ, ലേഡീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭരണം ഏതാണ്? പെണ്ണുങ്ങൾ എനിക്കറിയാം. ആഭരണം. അതന്നെ. ഇതെന്താ അനുചേച്ചി പറഞ്ഞു. പക്ഷെ എനിക്കതൊന്നുമില്ല. പിടികിട്ടും ചേട്ടാ ഭരണം എന്ന് കേൾക്കുമ്പോ. അപ്പൊ അസ്നയ്ക്ക് ഇന്ന് തരുന്ന മാർക്ക് 7.25 out of 10. താങ്ക് യു സർ. പിടിച്ചോ, 7 out of 10. താങ്ക് യു സർ. ഞാനും അനുമാമും ചേർന്ന് മോൾക്ക് തരുന്നു 7.5. താങ്ക് യു സർ. 21.75 out of 30. താങ്ക് യു സർ.
That means അസ്ലക്കുട്ടിക്ക് ഇന്ന് കിട്ടുന്നു A triple wow. താങ്ക് യു സർ. ആടിയൊരു സുന്ദരി പൂക്കുറ്റി. Congratulations, you are awarded A triple wow. 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 താങ്ക് യു സർ. അപ്പോൾ ഇനി പ്രേക്ഷകരുടെ സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് വേഗം ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോൾ അസ്ലക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. മധുരസ്വര സൗന്ദര്യ വിരുന്നിലേക്ക് പാട്ടിന്റെ പൊന്മണി കച്ചയുമായി നമ്മുടെ സ്വന്തം കുഞ്ഞച്ചൻ. വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. ബെവൻ സാർ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു സാറേ. ആണോ? ആ ഇടയ്ക്ക് വീട്ടിലൊക്കെ പോയില്ലേ? ആ എന്തൊക്കെയായിരുന്നു? ഉച്ചയ്ക്ക് സ്പെഷ്യല് ബീഫും ആ, ബീഫും ബാക്കി പറയണോ? ആ, ബാക്കിയും പറയണോ? മീൻ വറുത്തതും. ബീഫും മീൻ വറുത്തും കൂട്ടത്തിൽ എന്തിന്റെ കൂടെ നീ ബീഫ് കഴിച്ചത്? ഏതിന്റെ കൂടെ? ചോറിന്റെ കൂടെ. ചോറ് അല്ല, ബെറോട്ട ഇല്ല. അല്ല ഇല്ല, ചോറ്. മോനെ, ഈ ബെറോട്ട ഉണ്ടല്ലോ, ചില കടയിൽ പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഇങ്ങനെ അമങ്ങി ഒട്ടിയിരിക്കും, ചിലടത്ത് അങ്ങനല്ല. ഇതെടുത്തിട്ട് അവരിങ്ങനെ, അതെല്ലായിടത്തും അങ്ങനെ ആക്കൂലേ? അല്ല എല്ലായിടത്തും ആക്കിയാലും ഇതിങ്ങനെ ഇങ്ങനെ എതള് അങ്ങനെ പോലെ ലേയേഴ്സ് ആയിട്ട് ലേഴ്സ് ആയിട്ട് വരും. അത് ഈ ബീഫിൽ ഇങ്ങനെ എടുത്തിട്ട് അതിനിടയ്ക്കൊന്ന് മൂക്ക് ചീറ്റും, തലയിലൊന്ന് ചൊറിയും. മോനെ, ആ ബെറോട്ടയുടെ ഒരു ഏതായാലും ഞാൻ എടുത്തിട്ട് ആ ബീഫിൽ ഞാൻ ഒരു കഷ്ണം ബീഫും ചാറും കൂടെ ഒന്ന് മുക്കിയിട്ട്, ഉള്ളിയാണ് ഇടത് സൈഡിൽ ഉള്ളി, ആ ഉള്ളിയിൽ ഞാൻ എടുത്തിട്ട് എങ്ങനെയുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അതങ്ങ് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി ചോറും ഒരു മീൻ കറി, ആ മീനിന്റെ ഫ്രൈയും കൂടെ എടുത്തിട്ട് ഇങ്ങനെ. എന്ത് മീനായിരുന്നു? അത് ഓർക്കുന്നില്ല സാറേ. ആ, എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം. അയിലെന്ന് വെച്ചു, അയില വറുത്തത് ഇങ്ങനെ എടുത്തിട്ട് ആ ചോറിൻ്റെ കൂടെ മുക്കിയിട്ട്. മിനുട്ടി, മിനുട്ടിക്ക് ഒരു വല്ലാത്ത എക്സ്പ്രഷൻ മുഖത്ത്, ഏതാണ്ട് കഴിച്ച പോലെ ഉണ്ടല്ലേ? മിനുട്ടിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നില്ല. വായുമിന്നീരും നിറഞ്ഞല്ലേ? പിന്നെ വേറെന്തൊക്കെ? ലക്ഷ്മിക്ക് എങ്ങനെ ഉണ്ട്? ആണോ? കോട്ടയത്തിന്റെ അഭിമാനമായിട്ടുള്ള ബെവന് എന്താണ് തരേണ്ടത്? ഞാൻ ബീഫും പൊറോട്ടയും. ഏത് പാട്ടാ മോനെ? പൊൻവേൽ മണിക്കച്ചഴിഞ്ഞ് വീണു. ആഹാ, എന്താ പാട്ട്? ആരാ സംഗീതം? ദക്ഷിണാമൂർത്തി സ്വാമി. എനിക്കറിയാം, എന്നാലും ചോദിച്ചതേ ഉള്ളൂ. പിന്നെ എഴുതിയത് ശ്രീകുമാര തമ്പി സാർ. തമ്പിച്ചായിരുന്നു. ഏത് സിനിമ? സിനിമ നൃത്തശാല. നൃത്തശാല. ആദ്യം എന്താ പറഞ്ഞു? നൃത്തശാല എന്ന്. അത് ഞാൻ അറിയാതെ അങ്ങനെ പോയതാ. അത് വേറൊന്നുമല്ല, ആ വെള്ളം, ബീഫിന്റെ ആ കൊതിവെള്ളം ഇങ്ങനെ കിടക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ണന്റെ മന്മദലീ
ബെവൻകുട്ടാ, സാർ ആരാ സെലക്ട് ചെയ്തത്? പ്രേംജി സാറിന്റെ മ്യൂസിക് സാർ. അദ്ദേഹത്തിന് ഒരു വലിയ കൈ. സൂപ്പർ സോങ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനപ്പുറം ഒരു സോങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണും, അല്ലേ കാണത്തില്ല. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. എനിക്ക് ഏറ്റവും ഒരു ടേക്ക് ഓഫ് തോന്നിയത് ചരണത്തിലാണ്. കാഞ്ചന നൂപുരങ്ങൾ അഴിച്ചു വെച്ചു, അവിടെ തൊട്ട് ലാസ്റ്റ് വരെ നീ വെച്ചങ്ങ് ചാമ്പി. ചാമ്പി. ഈ കണ്ണന്റെ മന്മഥ ലീലാ വിനോദങ്ങളുണ്ടല്ലോ, ആ പല്ലവി ഒന്ന് പാടി വന്നേ. പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു. ഗുഡ്. അടുത്ത കണ്ണന്റെ മന്മഥ ലീലാ വിനോദങ്ങൾ. ഇത് ഈ പോർഷൻ കുറച്ചൊരു സ്പീഡിൽ പാടി. കണ്ണന്റെ മന്മഥ ലീലാ വിനോദങ്ങൾ. ലാവിനോ ലാവിനോ ലീലാ വിനോദങ്ങൾ. അതാണ് ബെവൻ. ഇവിടുത്തെ ഒരു ലീഡിങ് ആർട്ടിസ്റ്റാണ്. അപ്പം ബെവൻ വരുമ്പോഴത്തേക്ക് ഒരു മാക്സിമം ഗ്യാരണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, മിനിമം അല്ല. ഇന്ന് പാടിയത് വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ. ഇനി എന്തെങ്കിലും പറയണോ? ഇത്രയും പോരെ? ഇല്ല, ഇത്രേ ഉള്ളൂ. താങ്ക് യു സാർ. പല ടൈപ്പ് പാട്ടുകളുണ്ട്. ഒന്ന് ബിഗിനേഴ്സ് ലെവൽ, ഒന്ന് മീഡിയം, പിന്നെ നമ്മൾ ഈ ഗെയിം കളിക്കുന്ന പോലെ തന്നെ പിന്നെ പ്രോ ലെവൽ. ഈ ബിഗിനേഴ്സ് ലെവൽ പാട്ടുകൾ ആണ് സാധാരണ കുട്ടികളുടെ മത്സരങ്ങളിൽ നിന്നും ആദ്യത്തെ കുറച്ച് നാൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു മീഡിയം ലെവൽ, പിന്നെ പ്രോ ലെവൽ. പ്രോ ലെവൽ എന്ന് പറയുമ്പം ശരിക്കും ഫൗണ്ടേഷനൊക്കെ അങ്ങ് സ്ട്രോങ് ആയി കഴിഞ്ഞിട്ട് അത് എടുക്കുകയുള്ളൂ. പക്ഷെ മോൻ ഇപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോ ലെവലിലായിട്ടാണ് മനസ്സിലാവുന്നത്. അതായത് പ്രോ ലെവലിൽ ആളങ്ങ് റിലാക്സ്ഡ് ആണ്. ബിഗിനേഴ്സ് എനിക്ക് ആകെയുള്ളൊരു പേടി, ഈ പ്രോ ലെവലിൽ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ബിഗിനേഴ്സ് ലെവലിൽ ഉരുണ്ടിട്ട് വീഴുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഈ ടൈപ്പ് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുട്ടികളുടെ സീനിയേഴ്സിന്റെ ഷോയിൽ പോലും എപ്പോഴും കേൾക്കാൻ കിട്ടില്ല, ആരും എടുക്കാൻ ധൈര്യപ്പെടില്ല. അങ്ങനെ സീനിയേഴ്സിൻ്റെ ഷോയിൽ എടുക്കാൻ ധൈര്യപ്പെടാത്ത ടൈപ്പ് പാട്ടുകൾ നമ്മളുടെ ടോപ്പ് സിംഗർ സീസൺ 2-ലെ ബെവനെ പോലത്തെ കണ്ടസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ്. പിന്നെ ബെവൻ വന്ന് പാടുമ്പം ഇപ്പോഴത്തെ ഒരു സംഭവമാണ് അത്. നമ്മൾക്ക് ജഡ്ജസിന് ബെവൻ പാടുന്ന സമയത്ത് പൊതുവേ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ചില്ല് ചെയ്ത് പാട്ട് ആസ്വദിക്കാനുള്ളൊരു മൈൻഡ് സെറ്റാണ്. ദാൻ അതിൽ കുറ്റങ്ങൾ കുറേ കിട്ടുമോ എന്നുള്ളൊരു തേടലിൻ്റെ ആവശ്യമില്ല. കാരണം ബെവൻ പാടുന്ന സമയത്ത് ചിൽഡായിട്ടാണ് നമുക്ക് മൈൻഡ്. പക്ഷേ അതുകൊണ്ടാണ് ഇന്ന് അവസാനം പറയുമ്പോൾ എല്ലാം പറയും. അവസാനം മോനോട് വിഴുങ്ങിപ്പോയി ഒരു ലിറിക്ക് ഇല്ലേ, അത് വിഴുങ്ങിപ്പോയെങ്കിലും അതൊരു ഒരു ഒരു മിസ്റ്റേക്കായിട്ടോ അവിടെ പാളിപ്പോയി എന്നുള്ള രീതിയിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ഞങ്ങളെല്ലാം എഴുന്നേറ്റ് സ്റ്റാൻഡിങ് ഒവേഷൻ തന്നെ തന്നത്. കഴിയുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ, അത് എനിക്കറിയാം ചില സംഭവം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്താണ് ആക്ച്വലി വിഴുങ്ങി പോകാൻ കാരണം? ഡ്രൈ ആയി കുറച്ച്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഒന്ന് വെറ്റാക്കി വെച്ചേക്കും, ഒന്നും ഇറക്കുക, അതൊക്കെ ചെയ്തു തന്നാൽ അത് സേഫ് ആണല്ലോ. അല്ലാതെ മ്യൂസിക്കലി എനിക്ക് തോന്നുന്നു ഈ പാട്ട് സ്വാമി ഉണ്ടാക്കുമ്പം നമുക്ക് സ്വാമി ഉണ്ടാക്കിയ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന 100% ഫീലും കാര്യങ്ങളും അതേ എഫക്റ്റ് തന്നെ കിട്ടിയതുകൊണ്ടാണ് ചിൽഡായിട്ടിരുന്നത്. മോൻ അടിച്ച് പൊളിച്ച് തന്നെ പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നീ ഒരു മിറക്കിളാണിടാ. ഈ പ്രായത്തിൽ എങ്ങനെ പാടാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് ദീപക് അങ്കിൾ പറഞ്ഞത് ശരിയാ. നീ ഒരു കൂൾ കാറ്റാ. ആൻഡ് ഒരു അനുഗ്രഹമുണ്ട്. ദീപക് ഇവിടെ വന്ന് നിന്ന് ആ ഒരു ചിരി കണ്ട നമുക്ക് മനസ്സിലൊരു ശാന്തി. അത് വളരെ ഈ പോപ്പുലേഷനിലെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഓൺലി ചിലർക്ക് അത് പറ്റും. അവർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലൊരു ശാന്തി കിട്ടും. അങ്ങനെ ഈ ഒരു ഡിവൈൻലി ബ്ലെസ്ഡ് ചൈൽഡാണ്. താങ്ക് യു മാം. അത് പാട്ട് മാത്രമല്ല, അങ്ങനെ കണ്ടാൽ തന്നെ യു ആർ വെരി വെരി കൂൾ, കളക്റ്റഡ്, വെരി പീസ്ഫുൾ ആണ്.
അങ്ങനെ പാടുന്നത് അങ്ങനെ വളരെ ഏത് കാര്യമായാലും ഏത് സംഗതി ആയാലും ഏത് എക്സ്പ്രഷൻ ആയാലും അങ്ങനെ ഇതൊന്നുമില്ല, അതൊരു പുഷ്പം പോലെ പാടുന്നു. അപ്പോൾ സ്പെഷ്യലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്ക് രാധിക എന്ന് പാടിയല്ലേ അത്. പിന്നെ മയക്കമായെന്ന ആ ചരണത്തില് എനിക്ക് ഒരുപാട് മയക്കം തോന്നി. അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം കൂടി കേൾക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാഞ്ചന നോപുരങ്ങൾ അഴിച്ചു വച്ചു കാളിന്തി പൂനിലാവിൽ എന്തൊരു എൻഡിലൊരു ഇറ്റ്സ് ജസ്റ്റ് ടു മച്ച്. ഇതൊരു വലിയ ഐ തിങ്ക് ഐ എം വെരി ബ്ലെസ്ഡ് ടു ബി ഇൻ യുവർ പ്രസൻസ്. ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിന്ന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും പോരാ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഈ കുട്ടികളുടെയൊക്കെ ടാലൻറ്റും മിസ്റ്റേക്സ് കുറഞ്ഞു വരുന്ന കണ്ടിട്ട് എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്? അല്ല, എൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പം കുട്ടികളെ പറ്റി ഒന്നും പറയാൻ കിട്ടാത്തൊരവസ്ഥ വന്നപ്പം ആദ്യം അവരെ കുറേ ഇട്ട് സംസാരിപ്പിച്ച് ശ്വാസം തീർത്ത്, പിന്നെ ബ്രീതിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു, ബ്രത്ത് മാനേജ്മെന്റ് ഇനിയും ശരിയാക്കാനുണ്ട്. ഇതിന് വേണ്ടിയിട്ടല്ലേ ആദ്യമായിട്ട് ഈ സംസാരിപ്പിക്കുന്നത്. പിന്നെ പാട്ടിലെങ്ങാനും ഫുൾ കറക്റ്റായിട്ട് പാടിയാൽ നിങ്ങൾ ജഡ്ജസിന് രണ്ടാമത് അതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പാടിപ്പിക്കും. എന്നിട്ട് പറയും തെറ്റായി, എന്നിട്ട് ശരിയാക്കും. അപ്പോൾ ടേക്കിൽ പാടിയപ്പോൾ കറക്റ്റായിരുന്നു എന്ന് ഇതൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് അല്ലേ എന്നൊക്കെ. ഓവർ കോൺഫിഡൻ്റ് ആണ് നിങ്ങളെ പറ്റി നമ്മളുടെ ഓഡിയൻസ്. അതായത് നിങ്ങൾ ടേക്കിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ജഡ്ജസായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി തരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. അടിച്ചു പൊളിക്കും. താങ്ക് യു സാർ. നന്നായിരുന്നു, വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. ഇത് ഭൂരിഭാഗം ആളുകൾ ഇഷ്ടപ്പെടുന്ന, ഇടയ്ക്കിടയ്ക്ക് പലരും മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് അത്. നമ്മുടെയൊക്കെ ജനറേഷൻ മുമ്പുള്ള ആളുകൾ, നമ്മുടെ ഈക്വലായിട്ടുള്ള ജനറേഷനിലുള്ള ആൾക്കാരെല്ലാം പല ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് മോൻ പാടി. ചെന്തളിർ മെയിൽ താര നഖം അമർന്നു, അത് രണ്ടാമത്തെ അനുപല്ലവിയിലെ രണ്ടാമത്തെ തവണ. അത് ആ സംഗതി ഒന്ന് പെർഫെക്റ്റ് ആക്കണമായിരുന്നു എന്ന് തോന്നി. ജസ്റ്റ് ഒന്ന് അവിടെ പാടാം. അവിടെ സന്ധ്യയാം ഗോപസ്ത്രീതൻ മുഖം തൊടുത്തു ചിന്തളീർ മേൽ താരനഖമമർന്നു നഖമമർന്നു നഖമമർന്നു തുടുത്തു ഒരു സംഭവമില്ലേ അത്? അത് രണ്ടാമത്തെ ചരണത്തിലാണോ അനുപല്ലവിയിലുണ്ടോ? അത് രണ്ടിലുണ്ട്. പിന്നെ മയക്കമായി കേൾക്കാൻ നല്ല സുഖമുണ്ടായി. ഇപ്പോൾ ഇവർ പറഞ്ഞില്ലേ, അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതിൽ ആ ചരണത്തിൽ ആദ്യത്തെ അഴിച്ചു വെച്ചു എന്നുള്ള ഭാഗം അത് നേരെ തിരിച്ചാണ്. അനുപല്ലവിയിൽ ആദ്യത്തെ തവണ കറക്റ്റായിരുന്നു, ചരണത്തിൽ ആദ്യത്തെ തവണ കറക്റ്റായിരുന്നില്ല. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിമനോഹരമായിട്ട് മോൻ പാടി കേട്ടോ. സാധാരണ ഇതൊക്കെ പാടണമെങ്കിൽ കുറച്ച് പക്വത വേണം. കഴിഞ്ഞ സീസണിൽ, കഴിഞ്ഞ ടോപ്പ് സിംഗർ ഫസ്റ്റ് സീസണിൽ സൂര്യ മഹാദേവൻ ഈ പാട്ട് വളരെ നന്നായിട്ട് പാടിയിരുന്നു. ഇപ്പോൾ ഈ സീസണിൽ ബെവൻ. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. ബെവൻ സാർ, ഇന്ന് അങ്കിളിന് തരുന്ന മാർക്ക് 8.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. ഞാൻ മോന് തരുന്നു 9.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. ഞാനും മാമും ചേർന്ന് തരുന്നു മോന് 9.25. താങ്ക് യു സാർ. 27.75 ഔട്ട് ഓഫ് 30. താങ്ക് യു സാർ. എന്നാ പിടിച്ചോ എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സാർ. ആടിയൊരു ബീഫ് പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ഗോൾഡൻ ക്രൗൺ. അപ്പോൾ ഇനി പ്രേക്ഷകരുടെ സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് വേഗം ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോൾ ബെവൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൺലൈൻ
ഷോപ്പിംഗ് പ്രേമികൾക്ക് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായ മൈജി ഒരുക്കിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇനി പറയുന്നത്. നമ്മുടെ മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.myji.in ലോഗിൻ ചെയ്ത് ഏറ്റവും മികച്ച ഗാഡ്ജറ്റുകൾ ബെസ്റ്റ് റേറ്റിൽ നൂതന ഷോപ്പിംഗ് എക്സ്പീരിയൻസോടെ പർച്ചേസ് ചെയ്യാം. പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, TV, AC, ടാബ്ലറ്റ് എന്നിങ്ങനെ എല്ലാവിധ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും myji.in ലഭ്യമാണ്. ഓൺലൈനായി ബുക്കിംഗ് നടത്തി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈജി എക്സ്പ്രസ് ഹോം ഡെലിവറിയിലൂടെ അതിവേഗം ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ കൈകളിലെത്തുന്നു. അത്യാധുനിക സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ മൈജി കെയർ പദ്ധതിയും G.Protectionഉം എക്സ്ചേഞ്ച് സ്കീം തുടങ്ങിയ സൗകര്യങ്ങളും myji.in ഒരുക്കിയിരിക്കുന്നു. കേരളത്തിലുടനീളമുള്ള 82 മൈജി ഷോറൂമുകളിലും ഈ സേവനങ്ങൾ ലഭ്യമാണ്. മൈജി ഓൺലൈൻ, Kerala's complete online gadget store. Welcome Srinand Vinod on stage. വാനവും ഭൂമിയും കപ്പം കൊടുക്കും
ശ്രീനന്ദ്, സൂപ്പർ. താങ്ക് യു സർ. അതായത് ഇങ്ങനെയൊക്കെ പാടിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും തരണ്ടേ? ഒന്നും പറയാനില്ല, ചെറിയ ഒരു 1-2 കാര്യം അത്രേ ഉള്ളൂ. അതായത് എനിക്ക് സംശയം തോന്നി, കാരണം എന്താണ്, വാസന്ത ദേവിക്ക് വരം കൊടുക്കും മാലാഖയല്ലേ, അവളൊരു മാലാഖയല്ലേ. ശരിക്കും അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. ആ മാലാഖ എങ്ങനെ പാടിയത്? അത് തന്നെയാണ്. മറ്റേ ആദ്യത്തെ അനുപലയിൽ എങ്ങനെ വരും? കറക്റ്റ്. ഇത്തിരി വ്യത്യാസമുണ്ട് അതും ഇതുമായിട്ട്. വളരെ ശരിയാണ് പാടിയത്, തെറ്റല്ല. അതുപോലെ മോന് കുറച്ച് ഈ വാനവും ഭൂമിയും കപ്പം കൊടുക്കുന്നില്ലേ, കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കാൻ പറ്റുമോ? വാനവും ഭൂമിയും കപ്പം കൊടുക്കും. സൂപ്പർ, ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് കുറച്ച് ഓപ്പണായി പോകുമ്പോഴത്തേക്ക് അതിൻ്റെ സുഖം നഷ്ടപ്പെടുന്നു. എന്നാ ഇത്രയേ ഉള്ളൂ അണ്ണ, വേറെ ഒന്നുമില്ല. ഇങ്ങനെ നമ്മുടെ പിള്ളേർ ഈ ടോപ്പ് സിംഗറിൽ ഇങ്ങനെ പാടാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഫിനാലേക്ക് എന്തായിരിക്കും എനിക്ക് അതിനോട് ആകെ തുടങ്ങിയിട്ട് 4 മാസമല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം എല്ലാവരും ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കോള് വന്നു. അത് മറ്റൊരു ചാനലിൽ ഉള്ള ഒരാളാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറയുകയാണ്, നമ്മുടെ ഇത് സ്ഥിരമായിട്ട് കാണാറുണ്ട്, എന്നാ പാട്ടാ സാറേ ഈ പാടുന്നത്. ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക, ഇപ്പോഴത്തെ ജനറേഷൻ അതാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി, ഇവരൊക്കെ പണ്ടില്ലായിരുന്നു. പണ്ട് ആകപ്പാടൊരു 3-4 പാട്ട് 5-6 പാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നുണ്ട്. ഒരു പക്ഷേ അന്നും പാട്ടുകാരുണ്ടായിരിക്കും, അവർക്ക് ഇതുപോലത്തെ പ്ലാറ്റ്ഫോം ഇല്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷെ എങ്കിലും ഇപ്പോൾ എവിടുന്നൊക്കെ എത്ര പാട്ടുകാരെ വരട്ടെ എല്ലാവരും. അങ്ങനെ പാട്ടിൻ്റെ സുഗന്ധം കൊണ്ട് നമ്മുടെ ഭൂമി അല്ലേ പുഷ്പിക്കട്ടെ. മോനൊക്കെ പാടുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ രോമാഞ്ചം കൊള്ളുകയാണ്. ഇതിനകത്തൊരു വാക്കുണ്ടല്ലോ, എന്താ, അവൾ നടന്നാൽ ഭൂമി ധരിക്കും ആ കുളിരിൽ പൂക്കൾ വിടരും. ആ ശ്രീനന്ദ് പാടിയാൽ ഭൂമി ധരിക്കും ആ കുളിരിൽ പൂക്കൾ വിടരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാൻ കുറേ നോക്കിയിട്ട് മോൻ്റെ പാട്ടിൽ ഒരു പ്രശ്നമുണ്ട്. അത് മോൻ അത് എന്തെങ്കിലും ശരിയാക്കണം. ഏറ്റവും വലിയ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ്. നമുക്ക് പറയാനൊന്നും നമുക്ക് പറയാൻ എന്തെങ്കിലും വേണ്ടേ? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ജോലി എടുക്കല്ലേ, എന്തെങ്കിലും തരണ്ടേ നമുക്ക്? പക്ഷേ ഒന്നും പറയാനില്ല. അത്രമാത്രം നല്ല എന്താ പറയുക, ഹാർട്ട് ഫില്ലിങ് എന്ന് പറയില്ലേ, അതാണ് എനിക്ക് മോൻ്റെ പാട്ടിൽ കിട്ടിയത്. കറക്റ്റ് മോൻ വേണ്ടുന്നിടത്ത് അതിന് വേണ്ടുന്ന കറക്റ്റ് ഫീലും, എവിടെ ഒന്ന് പതുക്കെ ഉള്ളൊരു ഇമോഷൻസ് ഇടണം, അതെല്ലാം മോൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ കുറച്ച് നാൾ മുമ്പേ പറഞ്ഞ ഒരു പ്രശ്നം കുറച്ച് കൺട്രോൾഡായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും മോൻ ഇനിയും അത് കുറച്ച് കൺട്രോൾ ചെയ്യണം. അതൊരു പ്രശ്നമല്ല, അത് ഇൻറ്റൻഷനലായിട്ട് മോൻ പാടുമ്പം ഒരു നേസൽ ടോൺ അല്ല. ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അത് മൂക്കിലൂടെ വരാതെ ശ്രദ്ധിക്കണം, ചില അക്ഷരങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് മോൻ്റെ പാട്ടിൽ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രശ്നം തോന്നിയില്ല. വളരെ ഇഷ്ടപ്പെട്ടു, സൂപ്പർ. താങ്ക് യു സർ. ശ്രീനന്ദ്, ഓസം സിംഗിങ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ശ്രീയേച്ചൻ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഈ മോളിൽ പാടുമ്പോൾ ചിലപ്പോൾ ആ ശബ്ദം ഒന്ന് മാറി കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരുന്നു, കുറച്ച് സ്ട്രില്ലായി. ഇപ്പോൾ കപ്പം കൊടുക്കുമല്ലേ, അതുപോലെ തന്നെ വരം കൊടുക്കും, അതെ, ചരണത്തിലല്ലേ, ആ സ്ഥലത്തിൽ. പിന്നെ ആ നവമാലികകൾ, അത് ആ സ്ഥലത്തിൽ കുറച്ച് മുകളിൽ പോകുമ്പോൾ ഈ ഫ്ലോയിൽ ആ സൗണ്ട് ജസ്റ്റ് ഒരു സ്ലൈറ്റ് ഒരു വേരിയേഷൻ ഉണ്ട്. അതല്ലാതെ കുറച്ച് അത് എസ്പെഷ്യലി ലൗഡായി കഴിയുമ്പോൾ അല്ലേ, ആ ഒരു ലൗഡ്നെസ് ഒന്ന് ആ കൺട്രോൾ കുറച്ചുകൂടി കിട്ടിയാൽ വേറൊന്നും ഇല്ല പറയാം. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. ആ സംഗതികളൊക്കെ ഇത്തിരി ചെറിയ വേരിയേഷൻസ് ആണ്, എന്നാലും അത് മനസ്സിലാക്കി വളരെ പെർഫെക്റ്റായിട്ട് പാടിയിട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവൻ ആ നവമാലികകൾ, അതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. അതൊന്ന് പാടാവോ മോനെ, അനുപല്ലവിയിൽ? സത്യം പറയട്ടെ, ഞാൻ ഇപ്പൊ മോൻ്റെ നിന്നാണ് ഇപ്പൊ പഠിച്ചത് ഒരു കാര്യം. കാരണം ഞാൻ മറന്നിരിക്കുകയാണ്. പാടിക്കാൻ അതെ, അത് ഞാൻ അങ്ങനെയല്ല, മനസ്സിൽ വേറെ ആയിരുന്നു. ഇതാണ് കറക്റ്റ്. സൂപ്പറായിട്ട് പാടി കേട്ടോ.
പിന്നെ അതൊക്കെ കേൾക്കാൻ എന്ത് രസം. ആ സാധനം സ്വാമിയുടെ പ്രത്യേകത ഉള്ള സംഭവമാണത്. വായിൽ മുറുക്കാനൊക്കെ ഇട്ടിട്ട് അപ്പൊ അത് കറക്റ്റായിട്ട് പാടി. ഞാൻ സ്വാമിയുടെ പാട്ട് ആദ്യമായിട്ട് പാടുന്നത് ഈ ശിവരഞ്ജനി രാഗത്തിലാണ്. എൻ്റെ ആദ്യത്തെ പാട്ട് അത് ശിവചൈതന്യം എന്ന് പറഞ്ഞൊരു ആൽബത്തിന് വേണ്ടിയിട്ടാണ്. 10 പാട്ടുണ്ട്, 9 പാട്ട് ഞാനാണ് പാടിയത്. അതിൽ ആദ്യത്തെ പാട്ട് ഫസ്റ്റ് റെക്കോർഡിങ് ശിവരഞ്ജനിയിലെ ഈ പാട്ടായിരുന്നു. ശിവശംഭോ ശങ്കര എന്നൊരു സന്ധ്യാനാമജപം, ശുഭമാം തമ്പുരു തഴുകും ശ്രുതി ചേർന്നു ശിവരഞ്ജിനിയിൽ ധ്യാനലയം. ശിവശംഭോ ശങ്കര എന്നൊരു സന്ധ്യാനാമജപം, ശുഭമാം തമ്പുരു തഴുകും ശ്രുതി ചേർന്നു ശിവരഞ്ജിനിയിൽ ധ്യാനലയം. സഭാഷ് മധു. ആദ്യമായിട്ട് ഞാൻ പാടുന്ന പാട്ട് മധു, സ്വാമിയുടെ. മധു ഇത് ആരെഴുതിയതാണ്? ഇത് എഴുതിയത് ഖത്തറിലുള്ള ഒരു ആളാണ്. അദ്ദേഹം അവർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ആരായാലും വളരെ നന്നായിരിക്കുന്നു. അതെ, അതെ, വളരെ കണ്ണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതിന്റെ ലിറിക്കും അതിനകത്ത് ഒരു നല്ല ബ്യൂട്ടി ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, 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 അല്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സാധാരണ സ്വാമി തന്നെ എഴുതും. ഞാൻ പാടിയിട്ടുണ്ട്. സ്വാമി എഴുതി ട്യൂൺ ചെയ്ത ആൽബം ഞാൻ പാടിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങളും ഗുരുവായൂരപ്പന്റെയും അയ്യപ്പന്റെയും പാടിയിട്ടുണ്ട്. എനിക്ക് അയ്യപ്പന്റെ ഒരു പാട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് തരംഗിണി സ്റ്റുഡിയോയിൽ, അപ്പോൾ അദ്ദേഹം ഈ പാട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 പാട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം മേളിൽ കല്യാണിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ ട്യൂണൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ കല്യാണി രാഗത്തിലുള്ള അദ്ദേഹം പാടി 1-2 പ്രാവശ്യം പാടി കുറച്ച് കഴിഞ്ഞ് അനുഭവലി വന്നപ്പോഴത്തേക്ക് പൊട്ടി കരയാണ്. അതായത് ഇങ്ങനെ പറഞ്ഞിട്ട് കരയാണ്. എന്നിട്ട് പറയാണ് ഗുരുവായൂരപ്പാ വൈക്കത്തപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് എനിക്ക് ഇങ്ങനൊരു ട്യൂൺ കിട്ടിയല്ലോ, തന്നതിന്റെ ആ കിട്ടിയതിന്റെ ആ ഉള്ളിലുണ്ടായ അനുഭൂതി കൊണ്ട് സ്വന്തമായിട്ട് കരയാണ്. അത് ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് അങ്ങനെ ഒരു വ്യക്തിത്വം. കാരണം അപ്പോൾ നമ്മളും കണ്ണിൽ വെള്ളം നിറഞ്ഞു പോയി. കാരണം വേറൊന്നുമല്ല, അത്രയ്ക്ക് മനോഹരമായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ വേറൊരു കാര്യം, ഈ പാട്ടിന്റെ താളം ഒരു പ്രത്യേക രീതിയിലാണ് പോണത്. അവൾ ചിരിച്ചാൽ ടക്കും 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 അങ്ങനെയാണ് പോണത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു പ്രത്യേക രീതിയിലാണ് എൻ്റെ ഋതമാണ്. അതും സ്വാമിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഋതമാണ് ഈ സംഭവം, ഋതം ഈ സ്റ്റൈല്. ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കട്ടെ. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തു നക്ഷത്രമാകും. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തു നക്ഷത്രമാകും. ഋതം ചേഞ്ച്. അതു കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതു പകലും രാത്രിയാകും. കണ്ട ആ ഋതം പോണ കണ്ട. ഒരു സ്വിങ് നമ്മൾ നേരത്തെ പറയാറില്ലേ, ഒരു സ്വിങ് ഉണ്ട് ആ താളത്തിന്. കണ്ടോ? ഇതിപ്പോ രവീന്ദ്രമാഷ് ഈ രാഗത്തിലെ ശിവരഞ്ജനിൽ നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ദാസേട്ടനെ കൊണ്ട് ആദ്യത്തെ ഒരു പരീക്ഷണം നടത്തിയത് ഈ പാട്ടായിരിക്കണം ചിലപ്പോ. 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ. ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ. ചുരിയുമളവിലിളമിഴികളിളകിയതിൽ മൃദുല തരള പദചലന നടനമുതിരൂ ദേവി. പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൻ വെൺതൂവൽ കൊടി പോലഴകേഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. ഗാനം ദേവഗാനം അഭിലാഷ ഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം. ജാലം ഇന്ദ്രജാലം. അതിലോല ലോലം 7 സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. അപ്പോൾ ഓക്കെ മോനെ, കലക്കി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ശ്രീനന്ദിന് ഇന്ന് അങ്കിൾ തരുന്നു 9.75. ശ്രീനന്ദന് ഞാൻ തരുന്നു
9.5. താങ്ക് യു സർ. മണികണ്ഠന് ഞാനും അനുമാമൻ തരുന്നു 9.75 അഗൈൻ. താങ്ക് യു സർ. 29 out of 30. താങ്ക് യു സർ. So congrats, you have a golden crown. താങ്ക് യു സർ. അടിയൊരു ശ്രീനിധി പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. അപ്പോൾ ഇനി പ്രേക്ഷകരുടെ സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് വേഗം ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. മലയാള മനസ്സിന്റെ മനം കവർന്ന കൊച്ചു പാട്ടുകാരുടെ പ്രിയപ്പെട്ട സ്വര സന്ധ്യയിലേക്ക് വരുന്നു കണ്ണൂരുകാരി. വെൽക്കം ഹനൂനക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. എപ്പോഴും ദീപക് അങ്കിളിനെ കുറച്ച് ടെൻഷനാ ഹനുന വരുമ്പോ. എന്റെ അടുത്തുനിന്ന് ഒരിക്കൽ ഒരു തെറ്റ് പറ്റി, ശരിയാ. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഇവര് ഫുൾ ടൈം അങ്ങനെ തന്നെ ആ പേര് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് ഡിക്ലെയർ ചെയ്തു മോളുടെ പേര്. അല്ല, പക്ഷെ പല പ്രാവശ്യം ആ പേര് എഴുതി നോക്കിയിട്ടുണ്ട് ഇവിടെ. അല്ലെ, ഞാൻ എന്തിനാ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു റിമൈൻഡർ എഴുതി വെക്കും. അപ്പൊ അങ്ങനെ തെറ്റ് വരാൻ പറ്റുന്നുണ്ട് എന്നാണല്ലേ അങ്ങനെ എഴുതി വെക്കുന്നത്. ഏത് പാട്ടാ പാടുന്നേ? ഞാൻ ഇന്ന് പിക്നിക് എന്ന മൂവിയിലെ വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. ഓക്കെ. ആരാ ഇത് സെലക്ട് ചെയ്തെന്ന്? ഇത് എൻ്റെ ഉമ്മ സെലക്ട് ചെയ്തു. ഉമ്മയോ? ഉമ്മയ്ക്ക് നല്ല ഐഡി. നല്ല ഭംഗിയുള്ള ഉടുപ്പാണല്ലോ. താങ്ക് യു. ഇതെവിടെന്നാ സെലക്ഷൻ? ആരാ സെലക്ഷൻ? അത് ഉമ്മ തന്നെ. ചേരുന്നുണ്ട് ഹനുനയുടെ ചേരുന്നുണ്ട്. താങ്ക് യു. ഓക്കെ. പിക്നിക് MK അർജുനൻ സർ. അതെ, ശ്രീകുമാരൻ തമ്പി സാർ പാടിയത് വാണി അമ്മയും യേശുദാസ് സാർ. അത് ശരി, വാണിയമ്മയുടെ ശബ്ദം ഉണ്ടെന്ന് പറഞ്ഞപ്പോ മുഴുവൻ വാണിയമ്മയുടെ പാട്ടുകളാണ് എടുത്തോണ്ട് വരുന്നത്. ഞാനിങ്ങനെ വിചാരിക്കുകയും ചെയ്തു ഈ പാട്ടിന്റെ പേര് കണ്ടപ്പം ഹനൂന. അപ്പൊ കറക്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി.
ഹനുന ഓ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. കാരണം നല്ല ശബ്ദമൊക്കെ നല്ല ശ്രുതി ശുദ്ധമായിട്ട് നിന്നു. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഒന്ന് ശകലം മാറിപ്പോയുള്ളൂ. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% ശ്രുതി ശുദ്ധമായിരുന്നു. പാട്ട് കേട്ടോ, വളരെ നന്നായിരുന്നു. അനുപല്ലയിൽ തുടങ്ങുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞൊരു മൂക്കിൻ്റെ ഒരു ടോൺ വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ ഹെഡ്ഫോണിൽ വന്നതിൻ്റെ ശബ്ദത്തിൻ്റെ ആണോ അതോ എന്താണെന്ന് അറിഞ്ഞൂടെ. ഒന്ന് പാടാവോ? ആ മാ വരുമ്പോഴത്തേ അതാണ് മോള് പാടിയത് കറക്റ്റാണ്, അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. പക്ഷെ മന്ദ എന്നൊരു മന്ദ, ഈ മന്ന് പറയുമ്പോ ഒരു സ്മൈല് പോലെ ഇങ്ങനെ വിരിയുന്നതല്ലേ, അത് ചെയ്യാതെ ഇങ്ങനെ ക്ലോസ് ലിപ്പില് പാടി നോക്ക്. അതെ, കാരണം അതായത് ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പാടുന്നത് പെർഫെക്റ്റ് ആണ്, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. പിന്നെ നല്ല വോയിസിന് നല്ല ത്രോ ഉണ്ട്. അക്ഷരങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് കുറച്ച് ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഷ ഷ എന്നൊക്കെയുള്ള അക്ഷരം ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എനിക്ക് തോന്നി. ഈ മന്ദാരപ്പൂവിൻ അത് തോന്നി അത് മതകരമാക്കും എന്ന് പറയുന്നില്ല ചരണത്തിലും. ഓൾറെഡി മാ ഉണ്ട്, അപ്പം എക്സ്ട്രാ മാ കയറ്റിക്കുന്നത് നമ്മ അങ്ങനെ വരും. അത് നമ്മുടെ രജനി, അത് കറക്റ്റായിട്ട് മതകരമാ, അത് ആ ഒരു അവിടെ ഒരു ചെറിയൊരു ചേഞ്ച് പോലെ എനിക്ക് തോന്നി. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. കാരണം ഈ പാട്ട് പാടാൻ വലിയ പ്രയാസമാണ്. ആ കുറച്ചുകൂടെ ശ്വാസം കിട്ടിയാൽ മറ്റേ സസ്റ്റെയിൻ അങ്ങറ്റം വരെ കൊണ്ടു നിർത്താം. അത് കുഴപ്പമില്ല. റെക്കോർഡിങ്ങിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈസി ആയിട്ട് പറ്റും. കാലം മാറിയില്ലേ, ആ സ്ഥലം മാത്രം വഞ്ചിയെടുക്കാം. എങ്ങനെ ആ പോർഷൻ മാത്രം ഒന്ന് പാടിക്കേ. ഇപ്പോഴും വരുന്നില്ല. ഗാട്ലിങ് വാൽക്ക് അവിടെ അത്രയും വരെ ഉണ്ട്. കുഴപ്പമില്ല മോളെ, പാടണ്ട, നമുക്ക് മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇത്തിരി ശ്വാസം കൊണ്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. ഈ ശ്വാസം എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മോടെ മനസ്സിൽ കുറച്ച് ഒരു ടെൻഷനും ആരായാലും കാണും. കാരണം ഇത് പാട്ട് ശരിയാകുമോ, അത് ജഡ്ജസ് എന്ത് വിചാരിക്കും, ഇത് ഇത്രയും ആൾക്കാർ കാണുന്നൊരു ഷോ അല്ലേ. അത് നമ്മുടെ മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺനെസസറി എലിമെൻ്റാണ്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു എലിമെൻ്റാണ്. പോയാൽ പോട്ടെ എന്നുള്ള രീതിയിൽ പാടുക. പക്ഷേ വരും, കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാം മനസ്സിലുണ്ട്, എല്ലാം തൊണ്ടയിൽ വരുന്നുമുണ്ട്. അപ്പം നമ്മൾ വെളിയിൽ നിന്ന് പാടിയപ്പോൾ വന്നില്ലേ, കുഴപ്പമില്ല വരും. അകത്ത് വരുമ്പോഴാണ് ഇത് വരുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഡോണ്ട് വറി, കാരണം വന്ന് പാടുമ്പോഴത്തേക്ക് സുഖമായിട്ട് പാടുക. യു ആർ എ വെരി ഗുഡ് സിംഗർ. അതായത് മനസ്സിൽ സ്വന്തമായിട്ട് വിചാരിക്കുക എനിക്ക് പാടാൻ പറ്റും, ഞാനത് പാടി ഫലിപ്പിക്കും എന്ന് ഒന്നുകൂടെ നമ്മൾ എന്താ പറയുക, നമ്മൾ ബ്രീത്തൊക്കെ എടുത്തുകൊണ്ടൊന്ന് റിലാക്സ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ അത് ലയിച്ചങ്ങ് പാടും. ഓക്കെ, നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹനുന, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത്, മോള് ഈ പാട്ട് പാടുന്ന സമയത്ത് വാണിയമ്മയുടെ പാട്ട് ആയിട്ട് എങ്ങനെ ഇത് നമുക്ക് സിമിലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവത്തിലാണ് നമ്മളിരിക്കുന്നത്. മോളുടെ ശബ്ദം കൂടി അതേ ടിമ്പർ ആയതുകൊണ്ട് നമ്മൾ വാണിയമ്മയുടെ പാട്ട് പാടി കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തതും മോൾ ഇന്ന് വന്നത് പാടുന്ന സമയത്ത് കിട്ടിയൊരു സന്തോഷമുണ്ട്. അത് പ്രധാനമായിട്ട് വരാൻ കാരണം മോളുടെ പിച്ചിങ് മോസ്റ്റ്ലി ആക്യുറേറ്റ് ആയിരുന്നു. സൂപ്പർ, താങ്ക് യു സർ. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, മോള് വന്ന് നിൽക്കുന്ന സമയത്ത് മോളുടെ ആ ഒരു ക്വാളിറ്റീസാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് മോളുടെ ഒരു പോസ്ചറുണ്ട്, മോൾ വന്ന് നിൽക്കുമ്പോൾ മൈക്ക് പിടിക്കുന്നത്, മോളുടെ ആ ഒരു സ്റ്റാൻഡിങ്, എനിക്കത് നല്ലൊരു മെജസ്റ്റിക് ലുക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ നിപ്പിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് എപ്പോഴും മോള് മെയിൻറ്റെയിൻ ചെയ്യുക ഇങ്ങനത്തെ പാട്ട് വരുന്ന സമയത്ത്. കാരണം നമ്മളെ ആൾക്കാർ കേൾക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് കാണുകയാണ് ചെയ്യുന്നത് സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ. ഹൗ കോൺഫിഡൻറ്റ് യു ആർ. ഉള്ളിൽ പേടി ഉണ്ടാവും, ഡെഫിനറ്റ്. അതിപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് വരെ പേടി ഉണ്ടാവും. പക്ഷേ ആ പേടി പുറത്ത് കാണിക്കാതെ ഒരു നിപ്പിൽ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ, ആറ്റിറ്റ്യൂഡ്, യെസ്, ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് മോൾക്ക് വളരെ ഇമ്പ്രസീവായിട്ടാണ് ഇന്ന് ആ നിപ്പിൽ കിട്ടിയത്. അപ്പം അതെല്ലാം മോള് ക്യാരി ചെയ്യുന്ന നല്ല ക്വാളിറ്റീസാണ്. ഞാൻ ഇത് പറയുന്നത് പാട്ട് മാത്രമല്ലാത്ത കുറേ കാര്യങ്ങൾ എല്ലാം കൂടി ചേരുമ്പോഴേ ഫുൾ പാക്കേജ് ആവുള്ളൂ. മോളുടെ സൈഡിൽ പാട്ട് വളരെ നന്നായിട്ട് പാടി, ബാക്കിയെല്ലാം
മോൾ അറിഞ്ഞോ അറിയാതെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാതെ വന്നതാണെങ്കിൽ ഇനി അറിഞ്ഞ് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ മോൾ ഇന്ന് പാടിയപ്പോഴും എനിക്ക് കാര്യമായിട്ടുള്ളൊരു വലിയ ഡാമേജസ് ഒന്നും മോൾ പാട്ടിന് ചെയ്തിട്ടില്ല. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ കേൾക്കുമ്പോൾ എന്ത് സുഖം കിട്ടുന്നോ അത് ഈ ഒരു 13 വയസ്സുള്ളൊരു കുട്ടിയുടെ അടുത്തുനിന്ന് ഇത് കിട്ടുന്നത് തന്നെ ഇറ്റ്സ് റിയലി റിയലി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. പിന്നെ ഡിക്ഷൻ, അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ശ്രീകുട്ടൻ ചേട്ടൻ പറയുന്നത് ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കാനേ പറ്റുള്ളൂ. മോള് ഇപ്പം മന്ദാര എന്നാ പറയുന്നത് അല്ലേ, അത് ആ അല്ല ഏഷാണ് വരുന്നത്. അതെ, MAN കഴിഞ്ഞ് കോമ ഇട്ടിട്ട് DHA എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വായിക്കുക, അതാണ് കിട്ടുന്നത്. കേൾക്കുന്നു മന്ദാര. നമ്മുടെ കാലിലൊക്കെ വരുന്ന മന്ത്, മന്ദാര അങ്ങനെ മന്ദാര എന്ന് പഠിക്കും വെറുതെ കുറച്ച് മന്ദം മന്ദം എന്ന് പറഞ്ഞ മന്ദം 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 മന്ദാര മന്ദാര കുഴിമന്തി കുഴിമന്തി. പാടുമ്പോ ആ വവൽ കുറച്ച് നീട്ടി പിടിക്കുന്നു, അതുകൊണ്ടാണ് അങ്ങനെ മാറിപ്പോകുന്നത്. മന്ദാര. അത് മോള് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ശ്രീകുട്ടൻ ചേട്ടൻ ഡിക്ഷൻ്റെ കേസ് പറഞ്ഞിട്ട് മോളെ പൊക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അത്രയും കോൺസിക്യൂട്ടീവായിട്ട് ഇത് വരുമ്പോൾ മോൾ കുറച്ച് എക്സ്ട്രാ കെയർ എടുക്കണം. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഗ്രൂമേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഗ്രൂമേഴ്സ് ട്യൂൺ പഠിപ്പിച്ചു തന്നാലും മോള് അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഗ്രൂമേഴ്സിനേക്കാളും കൂടുതൽ പേരൻസാണ് കേൾക്കുന്നത് അല്ലേ? അപ്പം അവരാണ് ശരിക്കും ഇത് കൂടുതൽ ഡിക്ഷൻ്റെ കാര്യത്തിൽ ഒരു വാച്ച് വെക്കേണ്ടത്. അതുകൊണ്ട് അവരുടെ അടുത്തൊന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്കി മ്യൂസിക്കൽ സൈഡ് എല്ലാം ഐ എം വെരി ഹാപ്പി. ഗുഡ്. താങ്ക് യു സർ. ഹന്നൂന കുട്ടി, എനിക്ക് ഹന്നൂനയുടെ എക്സ്പ്രഷൻസ് വളരെ ഇഷ്ടമാണ്. അതിലൊരു തനിമ ഉണ്ട്. ആ ഇൻഡിവിജ്വാലിറ്റി എപ്പോഴും മിസ് ചെയ്യരുത് കേട്ടോ. ഐ ലവ് ദാറ്റ്. അത് ഓഫ്കോഴ്സ് വാണിയമ്മ പോലെ തന്നെ വോയിസ് ടെക്സ്ചർ ഉണ്ട്, എന്നാലും അത് ഹന്നൂനയുടെ വോയിസിൽ വേറെ രീതിയിലാണ് ആ ഒരു എക്സ്പ്രഷൻസ് വരുന്നത് ചിലപ്പോൾ. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനൊരു ഫാനാണ് ആ എക്സ്പ്രഷൻ്റെ. അപ്പോൾ പാട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ആ സംഗതി വിച്ച് ഇസ് ഹൈലൈറ്റ് സംഗതി ഈ പാട്ടിൻ്റെ അതിൻ്റെ ടെമ്പോ കുറിച്ച് എനിക്ക് തോന്നി. ബിക്കോസ് ഇത് പാടിത്തീർക്കണം എന്നൊരു ടെൻഷനിൽ അത് എപ്പോഴും കുറച്ച് ഫാസ്റ്റായി വരുന്നുണ്ട്. അതല്ലേ, അത് ആ ടെമ്പോയിൽ വരുമോന്നൊരു സംശയം. അപ്പോൾ കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കുമ്പം അതെന്തോ ഒരു പിടുത്തമില്ലാതെ എടുക്കുന്നത് പോലെ തോന്നി പല്ലവി. പക്ഷെ ഇന്നൊരു കാര്യം ഞാൻ പറയാം. ഈ വളരെ ഹസ്കി ആയിട്ട് നമ്മൾ ഒന്ന് എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ കൂടുതൽ എയർ പോവും അതിൽ. അപ്പോൾ ഈ അങ്ങനെ കൂടുതൽ അപ്പം ചെയ്യാതെ കുറച്ചൊന്ന് ഓപ്പൺ വോയിസിൽ തന്നെ അത് മിക്സ് ചെയ്ത് പാടിയാൽ കുറച്ചുകൂടി എയർ കിട്ടും ആ ലൈന് മുഴുവൻ പാടി തീർക്കാൻ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരുപാട് എക്സ്പ്രഷൻ കൊടുക്കാൻ ശ്രമിച്ചു ആ വനമല്ലികയിൽ. അതല്ലാതെ കുറച്ചുകൂടി അത് ഓപ്പണായിട്ട് പാടി ആ ബ്രത്തിന് അവിടെ എൻഡിൽ യൂസ് ചെയ്യാമല്ലോ. ആൻഡ് ഒരു സ്മൈലിംഗ് ഫേസ് അല്ലേ ഹന്നൂനയ്ക്ക് എപ്പോഴും. അപ്പോൾ വവൽസ് പറയുന്ന മുമ്പ് ഇങ്ങനെയാണ്, അപ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല. അപ്പോൾ ക്ലോസ് ലിപ്റ്റിലെയാണ് ഇങ്ങനെ വ പ ക മ അങ്ങനെ വവൽസ് പറഞ്ഞ് വേ വു അങ്ങനെ പറഞ്ഞ് നോക്കണം. അപ്പോൾ അവിടെ നോക്കിയാൽ ഈ ഡിലേ വരുന്നില്ല ചിലപ്പോൾ. പിന്നെ പാട്ടിൽ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഹന്നൂന കുട്ടി, വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് മോളിവിടെ പാടിയത്. അത് അതിമനോഹരമായി തന്നെ മോൾ പാടുകയും ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. വാണിയമ്മയോടൊപ്പം പല സ്റ്റേജുകളിലും ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും പാടിയിട്ടുള്ള പാട്ടാണ്. വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആ ശ്വാസത്തിൻ്റെ പ്രശ്നം, പിന്നെ മോള് പാടുന്ന ആ സംഗതി പാടുന്ന ടെക്നിക്കിലാണെന്ന് തോന്നുന്നു കൂടുതൽ ശ്വാസം പുറത്തേക്ക് പോകുന്നത്. അത് വനമല്ലിക നീയൊരുങ്ങും, അതായത് എന്ന് പാടുന്നുണ്ട്. നീയൊരുങ്ങും അങ്ങനെയാണ് പാടേണ്ടത്. മറ്റത് എന്ന് പാടിയാൽ എയറിൻ്റെ ഒപ്പം കുറേ പോകും. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ ഒന്ന് പാടി ട്രൈ ചെയ്ത് നോക്കിയേ. എന്ന് വരുന്നുണ്ട്, അങ്ങനെ വരരുത്. ഈ ഒരുങ്ങും
അത് എന്നുള്ള അത് ഉപയോഗിക്കരുത്. മോൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ എന്താണെന്ന്? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ അതുകൊണ്ടാണ് ഈ ശ്വാസം കിട്ടാതെ പോകുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ എനിക്ക് ചരണത്തിൻ്റെ നിൻ പാട്ടിലൂറും ശൃംഗാര ആ മതി അതറിയാൻ വേണ്ടിയിട്ടാ. മധുവും കറക്റ്റായിട്ട് പാടി. വേറെ എന്ത് തെറ്റിയാലും മധു അത് തെറ്റരുത്. മധു മാത്രം കറക്റ്റായിട്ട് പാടണം കേട്ടോ. പാട്ട് ഫുള്ള് തെറ്റിയാലും കുഴപ്പമില്ല. അതെ, അത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, എന്തായാലും വളരെ നന്നായിട്ട് പാടി. ബാക്കിയെല്ലാം വളരെ നന്നായിട്ട് പാടി മോളെ കേട്ടോ. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ച സിനിമയിലെ പാട്ടാണ്. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. ഇന്ദ്രജാലം മെല്ലെയുണർത്തി മന്മഥന്റെ തേരിലേറ്റി. ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി. ഈ പാട്ടിൻ്റെ തുടക്കത്തിലുള്ള ഇൻട്രോ മ്യൂസിക്കും ഈ വാൽക്കണ്ണെഴുതിയുടെയും ഏകദേശം തുടങ്ങുന്നത് ടെങ് 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 അല്ലേ? അതുകൊണ്ടാണ് ഈ പാട്ട് പാടിയത്. എന്തായാലും കലക്കി മോളെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹനൂന, ഹനൂനയ്ക്ക് ഇന്ന് അങ്കിൾ തരുന്ന മാർക്ക് 8.75 out of 10. താങ്ക് യു സർ. ഹനൂന 8.75. താങ്ക് യു സർ. ഹനുന, അപ്പോൾ ഞാനും അനുമാമും ചേർന്ന് മോൾക്ക് തരുന്നു 8.75 again. താങ്ക് യു സർ. So you got 26.25 out of 30. താങ്ക് യു സർ. ജഡ്ജസ് പാനൽ മോൾക്ക് തരുന്നു എക്സ്ട്രീം. താങ്ക് യു സർ. അടിയൊരു മൺധാരപ്പൂക്കുറ്റി. Congratulations, you are awarded A Extreme. താങ്ക് യു സർ. ഇങ്ങനെ ആരാ ചിരിക്കണേ? ആരാ? അതെ, കണ്ട അത് ചെയ്യുമ്പോഴല്ലേ ശരിക്കും. പക്ഷെ ഞാൻ ഒരു സാധനം കാണിച്ചു തരട്ടെ. ഒരു സാധനം കാണിക്കണ്ട, ഞാൻ കാണിക്കും, അങ്ങോട്ട് നോക്കിക്കോ. ഹനൂന പഠനത്തിലും പാട്ടിലും ഒരുപോലെ ഷൈൻ ചെയ്യുന്നൊരു കുട്ടിയാണ്. ടോപ്പ് സിംഗർ എന്ന ഈ പ്രോഗ്രാമിലൂടെ ജഡ്ജസ് അവൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അവളെ നല്ലൊരു ഗായികയാക്കി തീർക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഹനൂന ശരിക്കും പറഞ്ഞാൽ ഏതൊരു പാട്ട് ഇപ്പോൾ പാടുവാണെങ്കിലും അതിൽ ഏറ്റവും മാക്സിമം ഹനൂനയുടെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പണ്ടേ മുതൽ അങ്ങനെയാണ്. ഏത് പാട്ട് പാടിയാലും അതിൽ ഏറ്റവും മാക്സിമം എത്തിക്കുക, ഏറ്റവും കൂടുതൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലെ ഓരോ സംഗതി ആയാലും അതിൽ ഒട്ടും ശ്രുതി ഔട്ടാക്കാതെ ഹനൂന പാടും. എല്ലാ പാട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഒരു സഹോദയ കലോത്സവത്തിന് ഹനൂനെ ഞാൻ കൊണ്ടുപോയത് കസ്തൂർബ സ്കൂളിലേക്കാണ്. അപ്പം പോകുന്ന സമയത്ത് അത്രയ്ക്കൊന്നും അറിയുന്നില്ല, അവൾ എങ്ങനെ പാടുന്നൊന്നും അറിയുന്നില്ല. പക്ഷെ ഹനൂനെ ഞാനിവിടെ കൊണ്ടുപോയി പാട്ട് പാടാൻ തുടങ്ങിയപ്പം ഞാൻ വേറൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോഴത്തന്നെ ഞാൻ പറഞ്ഞു ഹനൂന തന്നെ ഫസ്റ്റ്. ആ സ്കൂളിൽ നിന്ന് അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയതും ഞാൻ ഹനൂനയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹനൂന ഇവിടെ നിൽക്കേണ്ടതല്ല, ഹനൂന ഇനിയും പോവും, ഒരുപാട് മുകളിലേക്കാണ് അവൾക്ക് പോകാനുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ തന്നെ എല്ലാ സോങ്സും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നൊരു കുട്ടിയാണ്. ഏത് പാട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് മാക്സിമം നന്നായിട്ട് പഠിച്ചിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഏഴ്സ് ലൈനിലെ ഒരു കുട്ടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യമായിരുന്നു. നമുക്ക് വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഹനൂനയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നമ്മൾ ആശംസിക്കുന്നു. സ്കൂളിൻ്റെ സൈഡിൽ നിന്നും എല്ലാ സപ്പോർട്ടും ഉണ്ട്, എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്, എല്ലാ പ്രോത്സാഹനങ്ങളും സ്കൂളിൻ്റെ സൈഡിൽ നിന്നുമുണ്ട്. ഇത്രയും നല്ല ജഡ്ജസിൻ്റെ മുന്നിൽ പാടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹം. അതും കിട്ടി. ഇനിയും അതുപോലെ തന്നെ പാടി അവൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വലിയ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്കൂളല്ലേ
എത്ര രൂപ കൊടുത്തു? ഭയങ്കരമായിട്ട് കമന്റ് ഒക്കെ പറയുന്നു. അതായത് ഏത് പാട്ട് പാടിയാലും വളരെ കൃത്യമായിട്ട് സംഗതികളും ഇതെല്ലാം വളരെ ഏതായാലും കൊള്ളാം കേട്ടോ, നന്നായിട്ട്. അതില് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരാളെ കണ്ടില്ല. പരിചയമുള്ളതല്ല, എൻ്റെ അമ്മയുടെ കസിനാണ് അനുവിൻ്റെ ഒരു ടീച്ചർ ഇല്ലേ, ബിന്ദു ചേച്ചി. അനുവിനെ ഡയറക്റ്റ് പഠിപ്പിക്കുന്നുണ്ടോ? ഏത് സബ്ജക്ട്? ബയോളജി. അത് ശരി. അപ്പം അന്വേഷണം പറയണം, എന്തായാലും ഞാൻ വിളിക്കും. അപ്പോൾ ഇനി പ്രേക്ഷകരുടെ സമയമാണ്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് വേഗം ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ QR കോഡ് കാണാൻ പറ്റും, അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഏതോ സ്വപ്നത്തിൻ ശാഖിയിൽ എന്നും MG ഞങ്ങളെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? വെൽക്കം ശ്രീനന്ദ് ഓൺ സ്റ്റേജ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസിനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ശ്രീനന്ദൂട്ടനാണ്. ശ്രീനന്ദൂട്ടൻ ഇപ്പോൾ ഒരു അടിപൊളി പാട്ട് പാടി കേൾപ്പിക്കും അല്ലേ?
അപ്പൊ നമ്മുടെ ഇന്നത്തെ കുറേ പാട്ടുകളും കുറെ പെർഫോമൻസും തമാശകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ ബൈ ഫ്രം മീനൂട്ടി. 24 ന്യൂസ് സോഷ്യൽ മീഡിയ അവാർഡ്സ് 24news.com/voting എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഇഷ്ട ബ്ലോഗറുടെയോ യൂട്യൂബ് ചാനലിന്റെയോ പേരുകൾ രേഖപ്പെടുത്തുക.